ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. ക്രിസ്തുമസ് ആഘോഷങ്ങൾ തടയുന്നതിൽ നരേന്ദ്രമോദിയെ പരിഹസിച്ച ഓർത്തഡോക്സ് ബിഷപ്പ് അവിടെ മെത്രാന്മാരെ ആദരിക്കുന്നു, ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നുവെന്ന് തൃശൂർ ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ മിലിത്തിയോസ്. പാലക്കാട് സ്കൂളിൽ പുൽക്കൂട് നശിപ്പിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോട്ടപ്പുറം രൂപത. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫോർട്ട് കൊച്ചിയിലെ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതിലെ പോലീസ് വിലക്കിനെതിരെ ഹൈക്കോടതി. എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് കോടതി. വയനാട്ടിലെ ബോച്ചയുടെ ന്യൂ ഇയർ പരിപാടിക്ക് അനുമതിയില്ല. ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവിന് സ്റ്റേയില്ല. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയിൽ നടപടി. 3 ബാങ്ക് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. സൊസൈറ്റി ഡയറക്ടർ ബോർഡ് യോഗത്തിന്റെ തീരുമാനം. സെക്രട്ടേറിയറ്റിൽ വീണ്ടും പാമ്പ്. പൊതുവിതരണ വകുപ്പ് ഓഫീസിലും ജലവിഭവ വകുപ്പിലും പാമ്പിനെ കണ്ടെത്തി. ഒരാഴ്ചക്കിടെ സെക്രട്ടേറിയറ്റിൽ പാമ്പ് കയറുന്നത് ഇത് 3ാം തവണ. കോഴിക്കോട് വടകരയിൽ കാരവാനിൽ ഉറങ്ങിയവർ മരിച്ചത് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചെന്ന് നിഗമനം. AC-യുടെ പ്രവർത്തനം നിലച്ചപ്പോൾ വാഹനത്തിൽ വിഷവാതകം നിറഞ്ഞു. മരിച്ചത് കാരവാൻ ഡ്രൈവർ മനോജും സഹായി ജോയലും. ക്ഷേമ പെൻഷൻ വാങ്ങിയ കൂടുതൽ സർക്കാർ ജീവനക്കാർക്കെതിരെ നടപടി. ആരോഗ്യവകുപ്പിലെ 373 ജീവനക്കാരിൽ നിന്ന് 18% പലിശയോടെ പണം തിരിച്ചുപിടിക്കും. ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യില്ല. കോഴിക്കോട് DMO ആശാദേവി എന്ന ആരോഗ്യവകുപ്പ്. സർക്കാർ ഉത്തരവ് പാലിക്കാൻ നിർദ്ദേശം. ഡോക്ടർ രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് ജോലിക്ക് ഹാജരാകണം. കോഴിക്കോട് DMO തർക്കത്തിൽ ഒടുവിൽ പരിഹാരമായി. DMO ഡോക്ടർ ആശാദേവി തന്നെയെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. ഡോക്ടർ N രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് ജോലിക്ക് ഹാജരാകണം. സർക്കാർ ഉത്തരവ് പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, രാവിലെ മുതൽ ആരോഗ്യവകുപ്പിന് നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. 2 പേർ കസേരയിൽ നേർക്കുനേർ ഞാനാണ് DMO എന്ന് അവകാശപ്പെട്ട് ഇരിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. ഇപ്പോൾ സർക്കാർ തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? തീർച്ചയായും സിനിമ മാതൃകയിലാണ് 2 ഉദ്യോഗസ്ഥരും ഒരു ക്യാബിനുള്ളിൽ 2 വശത്തായി ഇരിക്കുന്ന കാഴ്ച. അതിൽ തന്നെ രാവിലെ ജോലിക്ക് കയറിയ രാജേന്ദ്രൻ എന്ന മുൻ DMO കസേരയിൽ നിന്നും ഒരു വട്ടം പോലും പുറത്തിറങ്ങാതെ, ഭക്ഷണം കഴിക്കാൻ പോലും പുറത്തേക്ക് ഇറങ്ങാതെ ആ കസേരയിൽ തന്നെ നിൽക്കുന്ന കാഴ്ച ഏറെ അപഹാസ്യമായ കാഴ്ചയായിരുന്നു. ആ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. സർക്കാർ ഈ വിഷയത്തിൽ വലിയ വിവാദമായി മാറിയ സാഹചര്യത്തിൽ ഇടപെടുകയും ആരോഗ്യവകുപ്പ് അടിയന്തരമായി നടപടികൾ സ്വീകരിക്കുമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ആഴ്ച എറണാകുളത്ത് നിന്നും കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റപ്പെട്ട ആശാദേവിയെ തന്നെ ഈ കോഴിക്കോടിന്റെ DMO ആയി ചുമതലപ്പെടുത്തുകയും പകരം തിരുവനന്തപുരത്തേക്ക് നിയമനം മാറ്റി ലഭിച്ച ഡോക്ടർ രാജേന്ദ്രനെ അവിടേക്ക് തന്നെ മാറ്റിക്കൊണ്ടുള്ള ഉത്തരവിറക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ സ്ഥലമാറ്റത്തിനെതിരെ ഡോക്ടർ രാജേന്ദ്രൻ ട്രൈബ്യൂണലിനെ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ച ശേഷം അദ്ദേഹത്തിന് തൽസ്ഥാനത്ത് തുടരാൻ ഒരാഴ്ചത്തേക്കുള്ള അനുമതി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നൽകിയിരിക്കുകയായിരുന്നു. ഇതിനുശേഷം ഈ ആശാദേവിക്ക് കോഴിക്കോട് വന്ന് ചുമതല ഏറ്റെടുത്തെങ്കിൽ പോലും ചുമതലകൾ നിർവഹിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, അദ്ദേഹം സീറ്റിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഒരാഴ്ചയോളം അവർ അവധിയിൽ പ്രവേശിക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഒരാഴ്ചത്തേക്ക് ഈ സ്ഥലം മാറ്റം മാറ്റിവെച്ച സാഹചര്യത്തിൽ ആ ഒരു കാലാവധി ഇന്നലെ കഴിയുകയും ഇന്നു മുതൽ അദ്ദേഹത്തിന്റെ ആ സ്റ്റേയുടെ ഉത്തരവിന്റെ കാലാവധി കഴിഞ്ഞുവെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇത് മറുവശത്ത് ഇത് നീട്ടിക്കൊണ്ടുള്ള ഒരു പ്രത്യേക ഉത്തരവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്നും എത്തുകയും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായും ആ സ്റ്റേ കാലാവധി കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് ഈ സ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ല എന്നും അല്ലെങ്കിൽ അവകാശമില്ല എന്നും DHS കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആശാദേവിക്ക് ഇവിടെ DMO ആയി ചുമതല നൽകിയിരിക്കുന്നു. അത് അവർക്ക് ആ കസേരയിൽ ഇരിക്കാനുള്ള അനുമതി നൽകുകയും ഒരാ സ്ഥാനത്തേക്ക് മടങ്ങിയെത്തുകയും ചെയ്തിരിക്കുന്നു. രാജേന്ദ്രൻ നേരത്തെ തന്നെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നു. അദ്ദേഹം ഇനി തിരുവനന്തപുരത്ത് പോയി ചുമതല ഏറ്റെടുക്കുകയാണ് മുന്നിലുള്ള വഴി. അല്ലെങ്കിൽ കോടതിയെ തന്നെ അല്ലെങ്കിൽ ട്രൈബ്യൂണലിനെ തന്നെ സമീപിച്ച് അനുകൂലമായ ഒരു വിധിയിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ് ചെയ്യേണ്ടത്. എന്തായാലും 2 വശത്തെയും കാര്യങ്ങൾ, അതായത് ഈ സ്ഥലം മാറ്റപ്പെട്ട ആളുകളുടെ നിന്ന് വിശദമായ
വാദം കേൾക്കാൻ, അല്ലെങ്കിൽ അവരെ കേട്ട ശേഷം ഒരു മാസത്തിനുള്ളിൽ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് നീങ്ങും. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കും എന്ന് ആരോഗ്യവകുപ്പ് ഇപ്പോൾ പറഞ്ഞിരുന്നത്. അതായത് ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള അവകാശം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീർപ്പുണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ നാണക്കേടാണ് ആരോഗ്യവകുപ്പിന് തന്നെ ഈ 2 DMOമാർ, അതായത് ഒരേ ഓഫീസിനുള്ളിൽ 2 DMOമാർ ഉണ്ടായിരുന്നത് നൽകുന്നത്. ഒരാൾ ഔദ്യോഗിക കാര്യങ്ങൾ നിർവഹിച്ച് ആ കസേരയിലിരിക്കുമ്പോൾ മറുവശത്ത് ഒരു വനിതാ ഉദ്യോഗസ്ഥ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് വലിയ അപഹാസ്യമായ ഒരു ചിത്രം തന്നെയാണ് പുറത്തേക്ക് നൽകിയത്. എന്തായാലും അക്കാര്യത്തിലാണ് ഇപ്പോൾ DHS അല്ലെങ്കിൽ സർക്കാർ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഒരു തർക്കത്തിന്റെ പുറത്ത് രാവിലെ മുതൽ എന്തൊക്കെയായിരുന്നു ഓഫീസിലുണ്ടായ പ്രശ്നങ്ങൾ? ഉദ്യോഗസ്ഥരുടെ മറ്റുള്ള ജീവനക്കാരുടെ ഒക്കെ സമീപനം ഏത് രീതിയിലായിരുന്നു? രണ്ടുപേരും ഒട്ടും വിട്ടുകൊടുക്കില്ല എന്ന വാശിയിലായിരുന്നോ? സാങ്കേതികമായി പറഞ്ഞാൽ ഈ ആശാദേവി ഇവിടെ വന്ന് ചുമതല ഏറ്റെടുത്ത മുതൽ അവർക്ക് ഔദ്യോഗിക സിം കാർഡുകൾ നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുകയും അവർ ആ ചുമതല പൂർണ്ണമായും ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഒപ്പം ഈ രാജേന്ദ്രൻ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവോടുകൂടി ഇവിടേക്ക് എത്തുമ്പോൾ മറ്റ് എങ്ങോട്ട് അവർ മടങ്ങിപ്പോകണം എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. കാരണം എറണാകുളത്തെ ഓഫീസിൽ നിന്നും റിലീവ് ചെയ്താണ് അവർ കോഴിക്കോട് ഓഫീസിലേക്ക് എത്തിയത്. അതുകൊണ്ട് അവർക്ക് എന്ത് ചുമതല നൽകണമെന്ന കാര്യത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കൃത്യമായൊരു വിശദീകരണം നൽകിയിരുന്നില്ല. അതുകൊണ്ട് അവർ ഈ സ്ഥാനത്ത് തുടരുകയും അവർക്ക് തിരിച്ചു പോകാനിടമില്ലാതെ വരികയും ചെയ്യുന്നു. എന്നാൽ ഒരു വശത്ത് ഈ രാജേന്ദ്രൻ തന്റെ സ്ഥാനത്ത് തന്നെ അമർന്നിരിക്കുന്ന സാഹചര്യം, ഈ ജീവനക്കാരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ മൂത്രമൊഴിക്കാൻ പോലും അദ്ദേഹം ആ കസേരയിൽ നിന്നും മാറിയിട്ടില്ല എന്നതാണ് വസ്തുത. കാരണം രാവിലെ വന്ന് ഓഫീസിലേക്ക് കയറിയ ആ സമയം മുതൽ ഏതാണ്ട് 3-3:30 വരെ അദ്ദേഹം ആ സീറ്റിൽ തന്നെ ഇരിക്കുന്ന, ഭക്ഷണം കഴിക്കാൻ പോലും പുറത്തേക്ക് പോകുന്നില്ല. കാരണം ഈ പോകുന്ന സമയത്ത് മറ്റു ഉദ്യോഗസ്ഥ കസേരയിൽ കയറിയിരുന്നാൽ പിന്നീട് അദ്ദേഹത്തിന് ആ കസേര നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാവാൻ. എന്തായാലും അതൊക്കെ ഇപ്പോൾ ഒഴിവായിരിക്കുന്ന ഒരു ഉത്തരവിലൂടെ ഈ ഉത്തരവ് പാലിക്കപ്പെടേണ്ടതാണ്. പാലിക്കപ്പെട്ടില്ലെങ്കിൽ കർശനമായ അച്ചടക്ക നടപടികളിലേക്കൊക്കെ സർക്കാരിന് പോയിട്ട് വരും. അങ്ങനെയെങ്കിൽ കർശന നടപടി അദ്ദേഹത്തിനെതിരെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം തർക്കങ്ങളൊക്കെ, പ്രത്യേകിച്ചും ഈ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ടും സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തർക്കങ്ങൾ ഈ ഭരണ സംവിധാനങ്ങൾക്കുള്ളിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഈ മന്ത്രിതലത്തിലോ അല്ലെങ്കിൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ തലത്തിലോ ഒക്കെ കേസുകൾ മറ്റും നടത്തിയൊക്കെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അല്ലാതെ ഒരു കയ്യൂക്ക് കാട്ടി ഒരു ഉദ്യോഗസ്ഥയെ ഓഫീസിൽ കയറ്റാതിരിക്കുക എന്നത് ഒരിക്കലും ഒരു കരണീയമായ മാതൃകയല്ല എന്നാണ് ഉദ്യോഗസ്ഥരടക്കം അല്ലെങ്കിൽ ഈ ട്രേഡ് യൂണിയൻ ഈ സർവീസ് സംഘടനകളടക്കം പറയുന്നത്. അങ്ങനൊരു മാർഗമായിരുന്നു അദ്ദേഹം സ്വീകരിക്കേണ്ടത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം സ്വീകരിച്ച പാത കൃത്യമായിരുന്നു. കാരണം 7 ദിവസത്തേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അദ്ദേഹത്തിന്റെ സ്ഥലമാറ്റത്തിന് സ്റ്റേ നൽകുകയും അദ്ദേഹത്തോട് തൽസ്ഥാനത്തിരിക്കാനുള്ള അനുമതി നൽകുകയും ചെയ്തു. അത്രയും ദിവസം കൃത്യമായി ഈ ആശാദേവി എന്ന പുതുതായി ഈ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ട DMO അവിടെ വരികയുണ്ടായില്ല. അവർ പൂർണ്ണമായും ഓഫീസിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഈ സ്റ്റേയുടെ കാലാവധി കഴിഞ്ഞ സാഹചര്യത്തിലാണ് ആശാദേവി ഓഫീസിലെത്തുകയും തന്റെ ഡ്യൂട്ടി നിർവഹിക്കാൻ അല്ലെങ്കിൽ തന്റെ കടമ നിർവഹിക്കാൻ തയ്യാറാവുകയും ചെയ്തത്. പക്ഷെ അതും നടക്കാത്ത ഒരവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഒരു ഓഫീസിനുള്ളിൽ 2 DMOമാർ നിൽക്കുന്ന അങ്ങേയറ്റം അപഹാസ്യമായ കാഴ്ചയാണ് രാവിലെ മുതൽ നമ്മൾ കോഴിക്കോട് DMO ഓഫീസിൽ കണ്ടത്. ശരി, MS സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും DMO തർക്കത്തിന് കോഴിക്കോട് പരിഹാരമായിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സർക്കാർ നിർദ്ദേശമനുസരിച്ചാണ് ഈ നിലയിലേക്ക് എത്തിയത്. സെക്രട്ടേറിയറ്റിൽ വീണ്ടും പാമ്പ്. പൊതുവിതരണ വകുപ്പിന്റെ ഇലക്ട്രിക്കൽ സെക്ഷനിലാണ് ഇന്ന് രാവിലെ പാമ്പിനെ കണ്ടെത്തിയത്. പിന്നാലെ ജലവിഭവ വകുപ്പിലും പാമ്പിനെ കണ്ടെത്തി. ഒരാഴ്ചക്കിടെ ഇത് 3ാം തവണയാണ് സെക്രട്ടേറിയറ്റിൽ പാമ്പിനെ കാണുന്നത്. BV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, നേരത്തെ കണ്ട പാമ്പ് തന്നെയാണോ? ആ പാമ്പ് തന്നെ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതാണോ? മറ്റേതെങ്കിലും പുതിയ പാമ്പ് എത്തിയിട്ടുണ്ടോ? ഏതായാലും രാവിലെ വന്ന പാമ്പിനെ രാവിലെ തല്ലിക്കൊന്നു. ഇത് നേരത്തെ ഒരാഴ്ച മുമ്പ് സെക്രട്ടേറിയറ്റിൽ ഒരു പാമ്പ് വന്നിരുന്നു. ആ പാമ്പാണ് ഇപ്പോൾ വന്നതെന്നാണ് ജീവനക്കാർ പറയുന്നത്. ഏതായാലും തുടർച്ചയായ 3ാമത്തെ സംഭവമാണിത്. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ പാമ്പിനെ കണ്ടെത്തിയിരുന്നു. ഏതായാലും ഇന്ന് ഈ 2 പാമ്പുകളെയും തല്ലിക്കൊന്നതെന്നാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാർ പറയുന്നത്. സെക്രട്ടേറിയറ്റിന്റെ PRD ബ്ലോക്കിൽ, അതായത് ആസാദ് ഗേറ്റിന്റെ അവിടെ ഒരു വലിയ ആൽമരമുണ്ട്. അതിൽ നിറയെ പാമ്പുകളുണ്ട്. നേരത്തെ പണ്ടും ആ സമയത്ത് ഈ പാമ്പുകൾ ഒരുപാട് അവിടെ കണ്ടിരുന്നു. എന്നാൽ അടുത്തിടെ അധികം കാണാറില്ലായിരുന്നു. അങ്ങനെ പാമ്പ് ആൽമരത്തിൽ നിന്ന് ഇറങ്ങിയതാകാം എന്നൊരു നിഗമനമാണ് ജീവനക്കാർ പറയുന്നത്. ഏതായാലും തുടർച്ചയായ ദിവസങ്ങളിൽ സെക്രട്ടറി പാമ്പിനെ കാണുന്നത് ആ ഒരു ആശങ്ക ജീവനക്കാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, പഴയ കെട്ടിടമാണ്. നിരവധി ഫയലുകളൊക്കെ കൂടിയ സ്ഥലമാണ്. അകത്തേക്ക് പാമ്പ് കയറി പോകുന്ന തരത്തിലുള്ള ആശങ്കയൊന്നുമില്ല. പക്ഷെങ്കിൽ പോലും തുടർച്ചയായ ദിവസങ്ങളിൽ കാണുന്നത് ആ രീതിയിൽ ഒരു ആശങ്കപ്പെട്ട ജീവനക്കാർക്ക് പൊതുവിലുണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും സെക്രട്ടേറിയറ്റിൽ വീണ്ടും പാമ്പ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവനക്കാർ ചെറിയ പരിഭ്രാന്തിയൊക്കെ ഉണ്ടായി. 3ാം തവണയാണ് സെക്രട്ടേറിയറ്റിനുള്ളിൽ ഇത്തരത്തിൽ പാമ്പ് പ്രത്യക്ഷപ്പെടുന്നത്.
ബിഷപ്പുമാർക്കൊപ്പമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്തുമസ് ആഘോഷത്തെ വിമർശിച്ച് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസന മെത്രാപ്പോലീത്ത യുഹാനോൻ മിലിത്തിയോസ് ക്രിസ്തുമസ് വിരുന്ന് നാടകമാണെന്നും ഊതിക്കൊണ്ട് കഴുത്തറക്കുന്നതിന് തുല്യമാണിതെന്നും യുഹാനോൻ മാർ മിലിത്തിയോസ് വിമർശിച്ചു. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് നേരെ പാലക്കാട് നല്ലേപ്പള്ളിയിലും തത്തമംഗലത്തും നടന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു വിമർശനം. എന്നാൽ വ്യക്തിപരമായ അഭിപ്രായമെന്നാണ് ഓർത്തഡോക്സ് സഭയുടെ വിശദീകരണം. ക്രൈസ്തവ ദേവാലയങ്ങൾ സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP നേതാക്കളും ക്രിസ്തുമസ് നയതന്ത്രം തുടരുന്നതിനിടെയാണ് ക്രൈസ്തവ നേതൃത്വത്തിൽ നിന്ന് തന്നെ വിമർശനമുയർന്നത്. ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസന മെത്രോപ്പൊലീത്ത യുഹാനോൻ മിലിത്തിയോസ് വിമർശനവുമായി രംഗത്തു വന്നു. അവിടെ മെത്രാന്മാരെ ആദരിക്കുന്നു, പുൽക്കൂട് വന്ദിക്കുന്നു, ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നു. ഇത്തരം ശൈലിക്ക് മലയാളത്തിൽ എന്തോ പറയുമല്ലോ എന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിച്ച യുഹാനോൻ മിലിത്തിയോസ് വിമർശനം കടുപ്പിച്ചു. വിരുന്നു നാടകമാണ്, ഊതിക്കൊണ്ട് കഴുത്തറക്കുന്നതിന് തുല്യമാണിതെന്നും പാലക്കാട്ടെ ആക്രമണങ്ങൾ പരാമർശിച്ച് യുഹാനോൻ മാർ മിലിത്തിയോസ് പ്രതികരിച്ചു. BJP സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന സമയം മുതൽ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വളരെ പ്രകടമായ ഒരു നടപടി പല തലങ്ങളിൽ പല ശൈലിയിൽ നടപ്പാക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായിട്ടാണ് രണ്ട് കാര്യങ്ങൾ ഞാൻ കാണുന്നത്. അത് പരസ്പര വിരുദ്ധമായ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഡൽഹിയിൽ ക്രൈസ്തവ സഭാ നേതാക്കന്മാരെ നമ്മുടെ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത് CBCIയുടെ ആസ്ഥാനത്ത് പോയി അവിടെയുള്ള പുൽക്കൂടില് പുഷ്പാർച്ചന നടത്തുന്നു. അതേസമയം അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുന്ന ആ പാർട്ടിയുടെ പ്രാദേശിക ഘടകം പാലക്കാട് 2 സ്കൂളുകളിൽ ഇതേ പുൽക്കൂട് നശിപ്പിക്കുകയും അത് ക്രമീകരിച്ച് അധ്യാപകരെ ഭീഷണിപ്പെടുത്തുകയും ശല്യപ്പെടുത്തുകയും ചെയ്യുന്നു. നേരത്തെയും BJP നേതാക്കളുടെ അരമന സ്നേഹത്തെ യുഹാനോൻ മാർ മിലിത്തിയോസ് വിമർശിച്ചിട്ടുണ്ട്. ഗോത്ര കലാപകാലത്ത് കന്യാസ്ത്രീകളെയും വൈദികരെയും നഗ്നരാക്കി തെരുവിലൂടെ വലിച്ചിഴച്ചത് ക്രൈസ്തവർ മറക്കില്ല എന്നായിരുന്നു വിമർശനം. പാലക്കാട് തത്തമംഗലത്ത് പുൽക്കൂട് ആക്രമിച്ച സംഭവത്തിൽ സർക്കാർ ശക്തമായി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ആംബ്രോസ് പുത്തൻവീട്ടിലും രംഗത്തു വന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനെ നടക്കാൻ പാടില്ല. അവിടെ ഒരു മതത്തിനും ഒരു വിധത്തിലും തടസ്സം ആകാത്ത വിധത്തിൽ ആയിരിക്കണം. അതിന് നമുക്ക് നല്ല ഭരണകൂടത്തിന് ചെയ്യാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴോ കേൾക്കുകയോ ചെയ്യുമ്പോൾ, ഞാൻ കേട്ടിട്ടില്ല, കേട്ടാലും കണ്ടാലും ഞാൻ മനസ്സിലാക്കുന്നത് ജനാധിപത്യ മൂല്യം ഉൾക്കൊള്ളുന്ന ഒരു ഗവൺമെൻറ്റിനും അങ്ങനെ ചെയ്യാനായിട്ടോ അതിനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കില്ല. നടപടികൾ എടുക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ന്യൂസ് 18. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ക്രിസ്മസ് സന്ദേശത്തിലാണ് സംഘപരിവാർ ആക്രമണങ്ങളെ മുഖ്യമന്ത്രി വിമർശിച്ചത്. മതങ്ങളെ മനുഷ്യത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും മനോഹാരാവിഷ്കാരങ്ങളായി നിലനിർത്തുന്ന ഉദാത്തമായ വിശ്വമാനവികതയാണ് നമ്മുടെ കരുത്ത്. അതിനെ ദുർബലപ്പെടുത്താൻ ചില ക്ഷുദ്രശക്തികൾ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ട്. ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരായ സംഘപരിവാർ ആക്രമണങ്ങൾ ആ യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കേരളത്തിനും മലയാളികൾക്കും അപമാനമായി മാറുന്ന സംസ്കാര ശൂന്യർക്കെതിരെ ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കണമെന്നും മുഖ്യമന്ത്രി സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതിൽ പോലീസ് വിലക്കിൽ ഇടപെട്ട് ഹൈക്കോടതി. എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നടപടി എന്ന് ഹൈക്കോടതി ചോദിച്ചു. പോലീസ് നടപടിക്ക് ആധാരമായ രേഖകൾ 27-ന് ഹാജരാക്കണം. പാപ്പാഞ്ഞിയെ കത്തിക്കാൻ മറ്റ് വകുപ്പുകളുടെ അനുമതി ലഭിച്ചിട്ടുണ്ടോ എന്ന് ഹർജിക്കാരോട് ഹൈക്കോടതി ചോദിച്ചു. ഉണ്ടെങ്കിൽ അതിന്റെ രേഖകൾ ഹർജിക്കാർ ഹാജരാക്കണം. പരിപാടിയുടെ സംഘാടകരായ ഗാല ഡി ഫോർട്ട് കൊച്ചി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. പോലീസിന്റെ നിർദ്ദേശം അവഗണിച്ച് ഫോർട്ട് കൊച്ചി വെളി മൈതാനത്തൊരുക്കിയ കൂറ്റൻ പാപ്പാഞ്ഞി കാണികൾക്കായി തുറന്നുകൊടുത്തു. പരേഡ് ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിക്ക് പുറമെയാണ് മറ്റൊരു കൂറ്റൻ പാപ്പാഞ്ഞി കൂടി ഒരുക്കരുതെന്നാവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും സംഘാടകർ വഴങ്ങുന്നില്ല. വയനാട് ദുരന്തഭൂമിക്ക് സമീപം ബോച്ചയുടെ ന്യൂ ഇയർ പരിപാടി വിലക്കിയ നടപടിക്ക് സ്റ്റേ ഇല്ല. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിലക്കു സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. ബോച്ചെ ഭൂമി നൽകിയ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്കും മേപ്പാടി ഗ്രാമപഞ്ചായത്തിനും നോട്ടീസ് അയച്ചു. തൃക്കാക്കര
KMM കോളേജിലെ NCC കേഡറ്റുകൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവം അന്വേഷിക്കാൻ പ്രത്യേക കമ്മിറ്റി. NCC ഗ്രൂപ്പ് കമാൻഡർ സുരേഷ് ജിക്കാണ് ചുമതല. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് നടന്ന സംഘർഷത്തിൽ SFI നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. 2 ദിവസത്തെ അവധിക്ക് ശേഷം ക്യാമ്പ് 26-ന് പുനരാരംഭിക്കും. ഇന്നലെയാണ് NCC 21 കേരള ബറ്റാലിയൻ ക്യാമ്പിൽ പങ്കെടുത്ത 80ഓളം വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയുണ്ടായത്. വിവരമറിഞ്ഞെത്തിയ രക്ഷിതാക്കൾക്ക് KMM കോളേജിൽ പ്രവേശിക്കാൻ അനുമതി ലഭിച്ചില്ല. ഇതോടെ രാത്രി 11 മണിക്ക് രക്ഷിതാക്കളും നാട്ടുകാരും കോളേജിന്റെ ഗേറ്റ് തകർത്ത് ക്യാമ്പസിലേക്ക് പ്രവേശിച്ചു. ഇതിന് നേതൃത്വം നൽകിയ SFI നേതാക്കൾക്കെതിരെയാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തത്. SFI ജില്ലാ കമ്മിറ്റി അംഗം ഭാഗ്യലക്ഷ്മി അടക്കം 10 പേർ പ്രതികളാണ്. നിയമവിരുദ്ധമായി കൂട്ടം ചേർന്നതിനും സംഘർഷമുണ്ടാക്കിയതിനുമാണ് കേസ്. വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റത് അന്വേഷിക്കാൻ ബ്രിഗേഡിയർ റാങ്കിലുള്ള ഓഫീസറുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു. NCC ഗ്രൂപ്പ് കമാൻഡർ സുരേഷ് ജിക്കാണ് ചുമതല. 2 ദിവസത്തെ അവധിക്ക് ശേഷം ക്യാമ്പ് 26-ന് പുനരാരംഭിക്കും. ചികിത്സയിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ആശുപത്രി വിട്ടു. ക്യാമ്പിൽ ഇന്നും പരിശോധന തുടരാൻ തൃക്കാക്കര നഗരസഭയ്ക്കും ആരോഗ്യ വിഭാഗത്തിനും കളക്ടർ നിർദ്ദേശം നൽകി. പരിശോധനയ്ക്ക് അയച്ച ഭക്ഷണ സാമ്പിളിന്റെ ഫലം ഉടൻ ലഭിക്കും. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് വടകരയിൽ നിർത്തിയിട്ടിരുന്ന കാരവാനിൽ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് പ്രാഥമിക നിഗമനം. വാഹനത്തിൽ AC-യിൽ നിന്നുള്ള വാതക ചോർച്ചയാവാം അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന. ഇന്നലെ രാത്രിയാണ് മലപ്പുറം വണ്ടൂർ സ്വദേശി മനോജിനെയും കാസർഗോഡ് സ്വദേശി ജോയലിനെയും കാരവാനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 ദിവസമായി കാരവാൻ റോഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തി. ജോയൽ വാഹനത്തിന്റെ പിൻഭാഗത്തെ ബെർത്തിലും മനോജ് സ്റ്റെപ്പിലും മരിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു. പൊന്നാനിയിൽ കാരവാൻ ടൂറിസം കമ്പനിയിലെ ഡ്രൈവറായ മനോജ് മലപ്പുറം വണ്ടൂർ വാണിയമ്പലം സ്വദേശിയാണ്. ഇതേ കമ്പനിയിലെ ജീവനക്കാരനാണ് ജോയൽ. ഏരമംഗലം സ്വദേശി നാസറിന്റേതാണ് വാഹനം. ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംശയാസ്പദമായി ഒന്നും വാഹനത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ലെന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൂടുതൽ വ്യക്തത ലഭിക്കൂ എന്നും പോലീസ് അറിയിച്ചു. ഇന്നലെ കരിമ്പനപാലത്ത് വെച്ച് ഒരു കാരൻ വണ്ടിയിൽ 2 പേര് മരണപ്പെട്ട് കിടക്കുന്നതായി പോലീസ് കാണപ്പെടുകയും അതിന് ഇന്നലെ എല്ലാ സജ്ജീകരണവും ഒരുക്കി ഇന്നതിന് ഇൻക്വസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റിൽ സമയത്ത് സയന്റിഫിക് എക്സ്പേർട്ട്, ഫിംഗർ പ്രിന്റ്, ഡോഗ് സ്ക്വാഡ്, അതുപോലെ തന്നെ RTOന്റെ ടീം എല്ലാവരും ഉണ്ട്. ഇൻവെസ്റ്റിഗേറ്റ് മെഡിക്കൽ കോളേജിൽ ബോഡി അയക്കും. എന്റെ മരണകാരണം വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് മെഡിക്കൽ കോളേജ് അയക്കുന്നത്. വേറെ നിലവിലെ സാഹചര്യത്തൊന്നും കാണുന്നില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് അത് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് കൃത്യമായ വിവരം പറയാൻ പറ്റും. തലശ്ശേരിയിൽ വിവാഹത്തിന് ആളുകളെ എത്തിച്ച ശേഷം പൊന്നാനിയിലേക്ക് മടങ്ങവെയാണ് അപകടം. വടകരയിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം വഴിയരികിൽ വാഹനമൊതുക്കി AC ഇട്ടുറങ്ങിയപ്പോൾ വാഹനത്തിൽ കാർബൺ മോണോക്സൈഡ് നിറഞ്ഞ് ആ വാതകം ശ്വസിച്ചതാവാം മരണത്തിനിടയാക്കിയെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് 18 കോഴിക്കോട്. സർക്കാർ ജോലിയിൽ നിന്ന് ക്ഷേമ പെൻഷൻ വാങ്ങിയ 373 ജീവനക്കാർക്കെതിരെ നടപടി. കൈപ്പറ്റിയ പണം 18% പലിശയോടെ തിരിച്ചുപിടിക്കാൻ ആരോഗ്യവകുപ്പാണ് നടപടി ആരംഭിച്ചത്. അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയെന്ന് ധനവകുപ്പ് കണ്ടെത്തിയ 1458 സർക്കാർ ജീവനക്കാരിലേറെയും ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകളിലാണ്. പേര് സഹിതമാണ് 373 പേരുടെ പട്ടിക ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടത്. അറ്റൻഡർമാർ, ക്ലർക്കുമാർ, നഴ്സിംഗ് അസിസ്റ്റന്റ്സ് തുടങ്ങിയവരാണ് പട്ടികയിൽ. ഇവരെ സസ്പെൻഡ് ചെയ്യേണ്ട എന്നാണ് നിലവിലെ തീരുമാനം. പിഴയോടുകൂടി പണം തിരിച്ചുപിടിക്കും. ഇവർക്കെതിരെ വകുപ്പ് തല നടപടി വൈകാതെ ഉണ്ടാകും. നേരത്തെ മണ്ണ് സംരക്ഷണ വകുപ്പും പൊതുഭരണ വകുപ്പുമാണ് തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നടപടിയെടുത്തത്. അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ പൊതുഭരണ വകുപ്പിലെ 6 പാർട്ട് ടൈം സ്വീപ്പർമാർക്ക് പെൻഷൻ തുക തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിരുന്നു. 18% പലിശ സഹിതമാണ് തിരിച്ചടയ്ക്കേണ്ടത്. 22,600 രൂപ മുതൽ 86,000 രൂപ വരെ ഇവർ തിരിച്ചടയ്ക്കേണ്ടി വരും. നേരത്തെ മണ്ണ് സംരക്ഷണ വകുപ്പിലെ 6 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. വനനിയമ ഭേദഗതിയിൽ മാറ്റത്തിന് വഴങ്ങി വനംവകുപ്പ് 31-ന് തീരുന്ന ഹിയറിംഗിന് ശേഷം മാറ്റങ്ങൾ വരുത്തും. ജനുവരിയിൽ ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഭേദഗതി ബിൽ കൊണ്ടുവന്നേക്കില്ല. രാഷ്ട്രീയ സാഹചര്യത്തിലെ അപകടം തിരിച്ചറിഞ്ഞാണ് സർക്കാർ നീക്കം. നിലവിലെ രൂപത്തിൽ ഭേദഗതി ബിൽ കൊണ്ടുവന്നാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചയായി അത് മാറിയേക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പ് തൊട്ടുമുന്നിൽ നിൽക്കുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പും ഒരുപാട് അകലെയല്ല.
കത്തോലിക്ക സഭയെയും മലയോര ജനതയെയും പിണക്കുന്നത് ഭൂഷണമല്ലെന്ന് സർക്കാർ തിരിച്ചറിയുന്നു. കേരള കോൺഗ്രസ് എമ്മിന്റെ കടുത്ത നിലപാടും പരിഗണിക്കാതെ പോകാൻ കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് വനനിയമ ഭേദഗതി ബില്ലിൽ കാര്യങ്ങൾ മന്ദഗതിയിലാക്കാൻ സർക്കാരും CPM-ഉം ആലോചിക്കുന്നത്. നിലവിലെ രീതിയിൽ മുന്നോട്ട് പോയാൽ CPI-യും ഇടഞ്ഞേക്കും. എതിർപ്പുയർന്ന കരട് ബില്ലിലെ ഭാഗങ്ങൾ ഒഴിവാക്കാൻ ഇതുകൊണ്ടുകൂടിയാണ് ആലോചിക്കുന്നത്. കൃഷിഭൂമികൾ ബഫർ സോണായി മാറുമോ എന്ന ആശങ്ക കർഷകർക്കുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകുന്ന വ്യവസ്ഥകളും ഒഴിവാക്കും. വാറന്റില്ലാതെ അറസ്റ്റിലേക്ക് പോകുന്നതടക്കമുള്ള കാര്യങ്ങളാണ് കരട് ബില്ലിലുള്ളത്. UDF സാഹചര്യം മുതലെടുത്തേക്കുമെന്ന രാഷ്ട്രീയ കരുതലും CPM-നുണ്ട്. 31-ന് പബ്ലിക് ഹിയറിംഗ് ഉണ്ട്. എന്നാൽ തുടർന്നും കാര്യങ്ങൾ വേഗത്തിൽ മുന്നോട്ട് പോകുമോ എന്നത് വ്യക്തമല്ല. ജനുവരിയിലെ നിയമസഭാ സമ്മേളനത്തിൽ ഭേദഗതി ബില്ല് കൊണ്ടുവരാനും സാധ്യതയില്ല. VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. ഇടുക്കി കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയിൽ നടപടി. റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി റെജി എബ്രഹാം ഉൾപ്പെടെ 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. സൊസൈറ്റി ഡയറക്ടർ ബോർഡ് യോഗത്തിൻ്റെതാണ് തീരുമാനം. പ്രിൻസ് ജെയിംസ് വിവരങ്ങൾ പങ്കുവെക്കും. പ്രിൻസ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ കുഴപ്പം കൊണ്ടാണ് ആത്മഹത്യ എന്നാണോ നിഗമനം? തീർച്ചയായും അങ്ങനെ അത്തരത്തിൽ വേണം നമുക്ക് അനുമാനിക്കാൻ. ഡയറക്ടർ ബോർഡ് കൂടി ഇപ്പോൾ 3 പേർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സെക്രട്ടറി റെജി, സീനിയർ ക്ലർക്ക് സുജ, ഒപ്പം ജൂനിയർ ക്ലർക്കായ ബിരോയ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവർ 3മാണ് ഈ മരണം നടക്കുന്നതിന് തലേ ദിവസം സാബു ബാഗിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. ഇവർ മോശമായി പെരുമാറി എന്നതടക്കമുള്ള സൂചനകൾ സാബുവിന്റെ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു. ഇവർക്കെതിരെ ഇവരുടെ മൊഴി കഴിഞ്ഞ ദിവസം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. എന്നിരുന്നാലും ഈ സംഭവത്തിന് ശേഷം ബാഗിലെത്തി തിരിച്ചു പോയതിനു ശേഷം സാബു മേഖലയിലെ പ്രധാന CPM നേതാവിനെയായ റിയാസ് സജിയെ വിളിക്കുകയും വിവരങ്ങൾ ധരിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അയാൾ മോശമായി പെരുമാറുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പാർട്ടിയും തയ്യാറായിട്ടില്ല. നിലവിൽ ഇവരുടെ 4 പേരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മറ്റു തെളിവുകൾ ശേഖരിക്കുകയാണ്. പ്രത്യേകിച്ചും ബാങ്കിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട്. സാബുവിന്റെ ഫോം വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഇതിൽ നിന്നും ആവശ്യമായ തെളിവുകൾ കിട്ടിയെങ്കിൽ മാത്രമേ ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുകയോ എന്നാണ് ഇപ്പോൾ പോലീസിന്റെ നിലപാട്. എന്തായാലും ജീവനക്കാർക്കെതിരെ ബാങ്ക് അധികൃതർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ശരി, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. കണ്ണൂരിൽ ട്രെയിനു അടിയിൽ കിടന്നയാൾക്കെതിരെ കേസ്. അനധികൃതമായി റെയിൽപാളത്തിലൂടെ നടന്നതിന് കണ്ണൂർ പന്നേൻപാറ സ്വദേശി പവിത്രനെതിരെയാണ് RPF കേസെടുത്തത്. ട്രെയിൻ കടന്നു പോകുമ്പോൾ പാളത്തിൽ കിടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ പാളത്തിലൂടെ നടന്നുകൊണ്ടിരിക്കെ ട്രെയിൻ വന്നപ്പോൾ കിടന്നെന്നാണ് പവിത്രന്റെ മൊഴി. കൊച്ചിയിൽ സൈബർ തട്ടിപ്പിലൂടെ 4.5 കോടി തട്ടിയ പ്രതി പിടിയിൽ. കൊൽക്കത്ത സ്വദേശിയായ രംഗൻ ബിഷ്ണോയിയെ ആണ് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. രാത്രിയോടെ ഇയാളെ കൊച്ചിയിലെത്തിക്കും. കേസുമായി ബന്ധപ്പെട്ട് കൊണ്ടോട്ടി സ്വദേശികളായ 2 പേരെ നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മുഖ്യപ്രതിയിലേക്ക് പോലീസ് എത്തിയത്. ടോം കുര്യാക്കോസ് വിവരങ്ങൾ നൽകും. ടോം, ഇതൊരു വലിയ തട്ടിപ്പാണല്ലോ, ഇത്ര കോടി രൂപ എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ പ്രതിയിലേക്ക് എത്തിയിരിക്കുകയാണോ പോലീസ്? രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊച്ചി സ്വദേശിനിയായ യുവതിയിൽ നിന്നും 4.5 കോടി രൂപ സൈബർ തട്ടിപ്പിലൂടെ തട്ടിയെടുത്ത കേസുമായി ബന്ധപ്പെട്ടാണ് ആ കേസിലെ മുഖ്യ സൂത്രധാരൻ കൊൽക്കത്ത സ്വദേശി രംഗൻ ബിഷ്ണോയെ എറണാകുളം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൊച്ചിയിലെ സൈബർ തട്ടിപ്പ് കേസിന് കേരളത്തിൽ തന്നെ വേദികളുണ്ടെന്ന് നേരത്തെ പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ മലപ്പുറം സ്വദേശികളായ 2 പേരെ പോലീസ് പിടികൂടുകയും ചെയ്തതാണ്. ഇവർ നൽകിയ, അതായത് ഈ കൊണ്ടോട്ടി സ്വദേശികൾ, മലപ്പുറം കൊണ്ടോട്ടി സ്വദേശികൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ ബിഷ്ണോയെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതും ഇയാളാണ് ഈ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനെന്ന് മനസ്സിലാക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കഴിഞ്ഞ ദിവസം എറണാകുളം സൈബർ പോലീസ് കൊൽക്കത്തയിലെത്തുകയും ഈ ബിഷ്ണോയുടെ കേന്ദ്രം വളയുകയും ചെയ്തു. പിന്നീട് സാഹസികമായാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ അറസ്റ്റ് ചെയ്ത ബിഷ്ണോയെ കൊച്ചിയിലേക്ക് വിമാനമാർഗം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് രാത്രിയോടുകൂടിയും ഇയാളെ കൊച്ചിയിലെത്തിക്കും. ഇന്ത്യയിലെ തന്നെ സൈബർ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനാണ് ഈ പിടിയിലായ കൊൽക്കത്ത സ്വദേശി എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ ചൈന കേന്ദ്രീകരിച്ചുള്ള വലിയൊരു സൈബർ തട്ടിപ്പ് കേന്ദ്രത്തിലേക്ക് ഇന്ത്യയിലെ കണ്ണിയാണ്. ഇയാളാണ് മറ്റ് സംഘങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത്. കേരളത്തിൽ നിന്നും ഈ തട്ടിപ്പ് സംഘത്തിൽ നിരവധി പേർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പിന്നീട് മലപ്പുറം സ്വദേശികളെ സൈബർ പോലീസ് പിടികൂടുകയും ചെയ്തത്. പക്ഷെ അവിടെ ഈ മലപ്പുറം സ്വദേശികളെ ചോദ്യം ചെയ്തതിൽ നിന്നും
ഇവരെ നിയന്ത്രിക്കുന്നത് ഒരു ഉത്തരേന്ത്യൻ സംഘമാണ് എന്ന് പോലീസിന് വ്യക്തമായിരുന്നു. ഒടുവിൽ വിശദമായി നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഈ കൊൽക്കത്ത സ്വദേശിയായിട്ടുള്ള ബിഷ്ണോയിയാണ്, ഈ രംഗൻ ബിഷ്ണോയിയാണ് ഇതിലെ പ്രധാന സൂത്രധാരൻ എന്ന് വ്യക്തമായിരിക്കുന്നത്. ഇയാൾ നടത്തിയിട്ടുള്ള മറ്റ് തട്ടിപ്പുകളെ കുറിച്ചുള്ള വിവരങ്ങളല്ലേ കൂടുതൽ ഈ ബിഷ്ണോയിയെ, രംഗൻ ബിഷ്ണോയെ ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പോലീസിന്റെ ഒരു പ്രതീക്ഷയും. രഞ്ജിത്ത്. ശരി, ടോം കുര്യാക്കോസ് വിവരങ്ങൾ പങ്കുവച്ചു. ശബരിമലയിൽ തീർത്ഥാടകർ തിരക്ക് തുടരുന്നു. ഇന്ന് ഉച്ചവരെ 6 ലക്ഷത്തിലധികം ഭക്തർ മല കയറി. അടുത്ത 2 ദിവസം തിരക്ക് നിയന്ത്രിക്കാൻ കർശന നിയന്ത്രണമുണ്ടെങ്കിലും ആർക്കും ദർശനം തടയില്ലെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. ഈ തീർത്ഥാടന കാലത്ത് ആദ്യമായാണ് 1 ലക്ഷം കടന്ന് ഭക്തരെത്തുന്നത്. ഇന്നലെ 1,06,621 ഭക്തർ മല കയറി. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഭക്തരുടെ എണ്ണം 6 ലക്ഷം കവിഞ്ഞു. 25, 26 തീയതികളിൽ നിയന്ത്രണങ്ങളുണ്ടെങ്കിലും എത്തുന്ന ഭക്തരെ കടത്തിവിടാനാണ് തീരുമാനം. ഇതുവരെ ആരും തിരിച്ചു പോയിട്ടില്ലല്ലോ. കോടതി നിർദ്ദേശം 5000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കോടതിയുടെ ഒരു നമുക്ക് നോക്കാം, പൊതുവായ ഒരു മാനദണ്ഡമായി കോടതി പറഞ്ഞെന്നുള്ളൂ. നമ്മൾ ഇതുവരെ വന്ന ഒരാളും തിരിച്ചു വിട്ടിട്ടില്ലല്ലോ. കോടതിയെ ബോധ്യപ്പെടുത്താം, നമ്മൾ ബോധ്യപ്പെടുത്തും. സ്വാഭാവികമായും കോടതിയും പരമാവധി ഭക്തർ സുഖസംതൃപ്തിയോടുകൂടി പോകണമെന്നല്ലേ കോടതിക്ക് ആഗ്രഹമുള്ളൂ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 4,45,000 ഭക്തർ ഇന്നലെ വരെ അധികമായി എത്തി. വരുമാനവും വർദ്ധിച്ചു. പ്രളയത്തിനും കോവിഡിനും പിന്നാലെ പഴയ പരിപാടികൾ വീണ്ടും തുടങ്ങാനാണ് ബോർഡിന്റെ തീരുമാനം. 6 വർഷത്തിന് ശേഷം ജനുവരി 12-ന് പമ്പാ സംഗമം നടക്കും. അയ്യപ്പന്റെ ചിത്രം ആലേഖനം ചെയ്ത് പൂജിച്ച സ്വർണ്ണ ലോക്കറ്റുകൾ പുറത്തിറക്കാനും ബോർഡ് തീരുമാനിച്ചു. ജനുവരി 14 നടക്കുന്ന ഹരിവരാസന പുരസ്കാര വിതരണ വേദിയിൽ ലോക്കറ്റ് പുറത്തിറക്കും. 1 ഗ്രാം മുതൽ വിവിധ തൂക്കങ്ങളിൽ ലോക്കറ്റ് ലഭിക്കും. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നാളെ വൈകുന്നേരമാണ്. മറ്റന്നാൾ ഉച്ചയ്ക്ക് 12:30-ക്കാണ് മണ്ഡല പൂജ. ഗ്രഹണം മൂലം ഇന്ന് നടയടച്ചിടുമെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരണം നടത്തിയവർക്കെതിരെ ബോർഡ് പോലീസിൽ പരാതി നൽകി. അരുൺ പാലോണിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 സന്നിധാനം. ക്രിസ്മസിനൊരുങ്ങി ലോകം. അഞ്ച് ഏക്കറിൽ ഒരു പുൽക്കൂട്, അതെങ്ങനെയായിരിക്കും? കാണാം തിരുവനന്തപുരത്തെ തൂങ്ങാമ്പാറ കൊച്ചുത്രേസ്യ പള്ളിയിലെ അടിപൊളി പുൽക്കൂട്. ഓരോ പുൽക്കൂടും രൂപഭംഗി കൊണ്ടും വലുപ്പം കൊണ്ടും വ്യത്യസ്തം. 30 അടി പൊക്കമുള്ള ജോസഫിന്റെയും മറിയത്തിന്റെയും ഉണ്ണിയേശുവിന്റെയും രൂപങ്ങൾ. ടൈറ്റാനിക്കിലെ ക്രിസ്മസ് അപ്പൂപ്പനും കൗതുകകരം. ഒരു മാസത്തെ കഠിന പ്രയത്നത്തിലൂടെയാണ് പള്ളിയിൽ പുൽക്കൂട് ഗ്രാമം ഒരുങ്ങിയത്. 500 ക്രിസ്മസ് അപ്പൂപ്പന്മാരുടെ റാലിയോടെയാണ് ക്രിസ്മസ് ഗ്രാമം കാഴ്ചക്കാർക്കായി തുറന്നത്. പുൽക്കൂട് ഗ്രാമം ഏകദേശം 5 ഏക്കറിൽ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 15ഓളം പുൽക്കൂടുകൾ ഒരുക്കുകയും അതോടൊപ്പം തന്നെ 30 അടി പൊക്കമുള്ള തിരുക്കുടുംബത്തിന് യൗസി പിതാവും പരിശുദ്ധ അമ്മയും കന്യക പരിശുദ്ധ മാതാവും അതോടൊപ്പം തന്നെ ഉണ്ണീശയും അടങ്ങുന്ന മനോഹരമായി 30 അടി പൊക്കമുള്ള ഒരു തിരുക്കുടുംബത്തിന്റെ ക്രമീകരണം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഡിസംബർ 31 വരെ പള്ളി അങ്കണത്തിൽ ക്രിസ്മസ് ഗ്രാമത്തിന്റെ പ്രദർശനം ഉണ്ടാവും. ന്യൂസ് 18 തിരുവനന്തപുരം. മാനവ ഐക്യത്തിന് മാതൃകയായി പോത്തൻകോട് ശാന്തിഗിരിയിലെ സർവ്വമത സമ്മേളനം ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് പീസ് കാർണിവൽ സംഘടിപ്പിച്ചത്. പീസ് കാർണിവലിന്റെ ഭാഗമായ സർവ്വമത സമ്മേളനം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മനും മുൻ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി കേക്ക് മുറിച്ചാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. മതത്തിന്റെയും ജാതിയുടെയും വേർതിരിവുകളില്ലാതെ എല്ലാവർക്കും ഒന്നിക്കാൻ ഒരിടമാണ് പീസ് ഫെസ്റ്റിവലിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി പറഞ്ഞു. സന്തോഷിക്കുവാനും സൗഹൃദം പങ്കുവെക്കുവാനുമുള്ള ഇടങ്ങൾ അത് കുറഞ്ഞു വരികയാണ് നമ്മുടെ നാട്ടിൽ. എല്ലാത്തിലും മതമുണ്ട്, എല്ലാത്തിലും രാഷ്ട്രീയമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിൽ, സ്ഥലങ്ങളിൽ സൗഹൃദങ്ങൾ പോലും അങ്ങനെ കമ്പാർട്ട്മെൻറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ
ഇങ്ങനെയുള്ള ആത്മീയ കേന്ദ്രങ്ങൾ, അങ്ങനെയുള്ള വാതിലുകൾ തുറന്നു വെക്കുക എന്ന് പറയുമ്പോൾ അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ബിഷപ്പ് ഉമ്മൻ ജോർജ്, പാളയം ഇമാം ഡോക്ടർ VP ഷുഹൈബ് മൗലവി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഏവർക്കും കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7070, പവൻ 56,560. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5860, പവന് 46,880. വെള്ളി ഗ്രാമിന് 95, കിലോയ്ക്ക് 95,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഏവർക്കും കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. ഫാസ്റ്റ് ന്യൂസിൽ ദിൽന ചേരും.